അല്ല അമറോ, അന്റെ വീട് അടിപൊളിയല്ലോ, പിന്നെ എന്തിനാടാ അത് പൊളിക്കണേ? ഈ തീപ്പെട്ടിക്കൊണ്ട് വലിപ്പമുള്ള വീട്ടിൽ എങ്ങനെ ജീവിക്കാനാടാ? റോട്ടിന്റെ അടുത്ത് വീടായതുകൊണ്ട് ആൾക്കാർ ഈ വീട് കാണുന്നത് എനിക്ക് കുറച്ചില്ല. എടാ എന്ത് കുറച്ചില്? അതൊന്നും എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതൊന്ന് പൊളിച്ച് നല്ലൊരു പ്ലാൻ വരച്ചെന്നാ. അതിനപ്പൊ ഞാൻ എന്നെ വിളിച്ചേ. ഒരു 2 നില വീട്, ഫ്ലോറ് മൊത്തം മാർബിള്, മുറ്റത്ത് മൊത്തം ഇന്റർലോക്ക്. ആൾക്കാർ ആ വീട് കാണുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കണം. ഇതിനിപ്പോ എത്ര ഫണ്ടാവും എന്റെ വിചാരം? ഒരു 40 ലക്ഷം കൊണ്ട് പണി തീരൂലേ? എടാ അതിന് 40 ലക്ഷം എന്റെ കയ്യിലുണ്ടാ? ലോൺ എടുക്കണോ? ഈ പറമ്പിന്റെ ആധാരം ഉണ്ടല്ലോ എന്റെ കയ്യില്. എടാ 15,000 സാലറി വാങ്ങണ ഇജ്ജൊക്കെ എങ്ങനെ തിരിച്ചടക്കുക? അതൊക്കെ എങ്ങനെയാലും ഞാൻ അടിച്ചോളാം. ഇജ്ജ് പ്ലാൻ വരച്ചാട്ട്. എടാ കമറോ, കയ്യിൽ കാശും വ്യക്തമായ പ്ലാനിംഗ് ഒന്നും ഇല്ലാതെ വീട് പണിക്കല്ല. ഇതിൽ കിടന്നുറങ്ങണ സുഖമൊന്നും ആ വീട്ടിൽ എനിക്ക് കിട്ടൂല. അല്ലെങ്കിൽ ഈ മലയാളീസിന്റെ ഒരു കുഴപ്പമാണ്, പത്രാസിന് വേണ്ടി ലോൺ എടുത്തും കടം വാങ്ങി വലിയ വീടുണ്ടാക്കും. എന്നിട്ട് അതിന്റെ ലോൺ എടുക്കാൻ പറ്റാതാകുമ്പോ കിട്ടിയ വിലക്ക് വീട് വിറ്റിട്ട് ക്വാർട്ടേഴ്സ് കണ്ടു മാറും. ആ അവസ്ഥ എനിക്ക് വരാതിരിക്കാൻ വേണ്ടിട്ടാ പറയണേ. മൻസൂർ എജിനെ പിന്തിരിപ്പിക്കാൻ നോക്കണ്ട. എനിക്ക് പറ്റില്ലെങ്കിൽ ഞാൻ വേറെ എഞ്ചിനീയറെ നോക്കും. കമറോ, ഇജിന്റെ കൂടെ വാ, അനക്ക് ഞാൻ ഒരാളെ കാണിച്ചു തരാം. ആരെയാ? വലിയ വീടുണ്ടാക്കണോ? വലിയ വീട്. ഒരു 5 റുപ്യരോ? 5 റുപ്യ മതി വീടുണ്ടാക്കാനാ? 3 കൊല്ലം മുമ്പാണ് അവൻ വീട് വെച്ചത്. ചെറിയ വീടുള്ളത് പൊളിച്ച് ലക്ഷങ്ങൾ ചെലവാക്കി അവൻ വലിയൊരു വീട് വെച്ചു. ഒരു വീട് തരോ? ലോൺ അടവ് തെറ്റിയപ്പോ ബാങ്കുകാരും പലിശക്കാരും വന്ന് വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കി. അവസാനം വീട് ജപ്തിയായി. ആ ടെൻഷൻ കാരണം കുടി തുടങ്ങി. ആ കുടി ഓവറായപ്പോ അവന്റെ ഫാമിലി അവനക്ക് നഷ്ടമായി. പതുക്കെ പതുക്കെ അവന്റെ മാനസികത തെറ്റിയിട്ടേ ഇപ്പൊ ഈ അവസ്ഥയിലായി. കമറോ, ഇത് നല്ലോണം നാലേക്ക് എന്നിട്ടൊരു തീരുമാനം എടുക്കും. ഈ വീടിന്റെ ഓണർ ആരാ? ഞാനാണ്. ഞാൻ KSEBിൽ ഒരു ഉദ്യോഗസ്ഥനാണ്. ഈ വീട് നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നതാ. ഞാൻ നല്ല വില തരാം. ഈ വീട് എനിക്ക് അത്രക്ക് ഇഷ്ടമായിരിക്കുന്നു. ഇന്ന് രാവിലെ വരെ ഈ വീടിനോടൊക്കെ വെറുപ്പായിരുന്നു. ഇനി കോടികളെന്നല്ല ഈ വീട് ഞാൻ കൊടുക്കൂല.